ചിലപ്പം 8000 കിലോമീറ്റർ ആവാം, ചിലപ്പം 5000 കിലോമീറ്റർ ആവാം, ചിലപ്പോൾ 10,000 കിലോമീറ്റർ ആവാം. അത് എത്ര കിലോമീറ്റർ ആണെങ്കിലും അത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. നമ്മുടെ കൂടെ ഉള്ളത് മഹീന്ദ്ര സ്കോർപിയോ കേട്ടോ. അപ്പം ഇത് ഒരു 2005 മോഡൽ സ്കോർപിയോ ആണ്. അപ്പം നമ്മളെ വർക്ക്ഷോപ്പിലോട്ട് കസ്റ്റമർ കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കസ്റ്റമർ പറഞ്ഞ കംപ്ലൈന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി തീരെ വലിയുന്നില്ല, ആ ഒരു പവർ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിത് ചെക്ക് ചെയ്ത സമയത്ത് ഇതിലുണ്ടായിട്ടുള്ള കംപ്ലൈന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും വീഡിയോന്റെ മുമ്പിൽ കാണിച്ചു തരും. അപ്പം അതിനു മുമ്പ് ഇതിനിപ്പം ഏകദേശം ഒരു 10-20,000 രൂപന്റെ താഴെയായിട്ട് എന്തായാലും ഇതിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു വണ്ടിക്ക് ഇപ്പം പുറത്തോട്ട് ഇറക്കാനായിട്ട്. അപ്പം ഇത്രയും എക്സ്പെൻസ് എങ്ങനെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നത് എന്നുള്ളത് ഞാൻ എന്തായാലും വീഡിയോന്റെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പം ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് നിലവിൽ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. വേറെ ഒന്നല്ല, നമ്മളെ വണ്ടീന്റെ ടെർബോ കംപ്ലൈന്റ് ആയിപ്പോയി. ടെർബോ കംപ്ലൈന്റ് ആവാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ടും പറയാൻ പോകുന്നത് ടെർബോന്റെ ലൈഫ് എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, ടെർബോന് ഏകദേശം 30,000 മുതൽ 40,000 രൂപ വരെ ചെറിയ വണ്ടികളുടെ ടെർബോൻ തന്നെ മാർക്കറ്റിൽ വില വരുന്നുണ്ട്. അപ്പം അത്രയും എക്സ്പെൻസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു വണ്ടീന്റെ ടെർബോന്റെ കിറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പം ഈ ഒരു വീഡിയോയിൽ കണ്ടത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ടെർബോ കംപ്ലൈന്റ് ആയതാരോ, നിലവിൽ ഈ ഒരു വണ്ടീന്റെ കേസിൽ ഇതുപോലത്തെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എയർ ഫിൽട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് ടെർബോ ഇത്രയും പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോയത്. അപ്പം ഈ ഒരു ഫിൽട്ടർ നിങ്ങളിപ്പം ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് പെർഫോമൻസ് എയർ ഫിൽട്ടർ നിങ്ങൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബ്രാൻഡിന്റെ മാത്രം യൂസ് ചെയ്യുക. മാത്രമല്ല ഇതിന് ബെനിഫിറ്റും ഉണ്ട്, അതേപോലെ തന്നെ സൈഡ് എഫക്റ്റും ഉണ്ട് ഈ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു വണ്ടീന്റെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലാണിത്. അതേപോലെ തന്നെ പുതിയൊരു എയർ ഫിൽട്ടർ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഈ ഒരു വണ്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടീന്റെ സ്റ്റോക്ക് എയർ ഫിൽട്ടർ കേസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് ഒരു ഓൾഡ് എയർ ഫിൽട്ടർ കേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതാണ്. നിലവിൽ നമ്മൾ ഈ ഒരു ഫിൽട്ടർ കേസ് ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം പുതിയ എയർ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൽ റീപ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ വണ്ടീന്റെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് മാറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടെർബോ റിപ്പയർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ പുതിയത് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും പുതിയ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ ഓയിൽ ആഡ് ചെയ്തതിനു ശേഷം എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഗൈസ്. അപ്പം നമ്മൾ വണ്ടി എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ വണ്ടി നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്, ജസ്റ്റ് റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും ഒരു പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊന്നും എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് തന്നെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് തിരിച്ചിങ്ങോട്ട് കിട്ടാറില്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഈ ഒരു ടെർബോ എന്ന് പറയുന്നത് വണ്ടീന്റെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ്. മൈലേജിനാണെങ്കിലും അതേപോലെ തന്നെ പെർഫോമൻസിനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ടെർബോ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ടെർബോ കംപ്ലൈന്റ് ആയി പോയി കഴിഞ്ഞാൽ വണ്ടി തീരെ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊന്നും കിട്ടൂല. ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടൂല. നിലവിൽ ഈ ഒരു വണ്ടി ഇപ്പം അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്നറിയില്ല. ഏകദേശം ഒരു 60 കിലോമീറ്ററിന്റെ അടുത്ത് ഇപ്പൊ നമ്മൾ വണ്ടി സ്പീഡ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലൊരു ട്രാഫിക് ഒക്കെ ഉള്ള ഒരു റോഡാണ്. അത്ര സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഒരു റോഡൊന്നുമില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടീന്റെ ടെർബോന്റെ ലൈഫ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാം. എഞ്ചിൻ ഓയിലിന്റെ ചേഞ്ചിങ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഓരോ വണ്ടിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ചിലപ്പം 8000 കിലോമീറ്റർ ആവാം, ചിലപ്പം 5000 കിലോമീറ്റർ ആവാം, ചിലപ്പോൾ 10,000 കിലോമീറ്റർ ആവാം. അത് എത്ര കിലോമീറ്റർ ആണെങ്കിലും അത് പ്രോപ്പർ ടൈമിൽ തന്നെ ആ ഒരു കിലോമീറ്റർ ഇന്റർവെല്ലിൽ തന്നെ സർവീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി പ്രോപ്പർ കിലോമീറ്റർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ 365 ഡേയ്സ് ആണ് നമ്മളെ എഞ്ചിൻ ഓയിലിന്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പം ഈ ഒരു ഫിൽട്ടർ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം മേടിച്ച് വെക്കുക. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ മേടിച്ച് വെക്കാതിരിക്കുക. അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ടെർബോന്റെ ഒക്കെ കംപ്ലൈന്റ് വളരെ പെട്ടെന്ന് വരും. ടെർബോന്റെ പണി ഇപ്പം എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 10,000 രൂപന്റെ താഴെയായിട്ട് ടെർബോന്റെ റിപ്പയറിംഗ് കോസ്റ്റ് മാത്രം വന്നിട്ടുണ്ട്, മൊത്തം ആ ഒരു കിറ്റ് മാറ്റാനായിട്ട്. അപ്പം ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് നിങ്ങൾ സ്റ്റോക്ക് ആയിട്ടുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും വണ്ടീൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറി കിട്ടാനാണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈലൻസറിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പം
ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിനു മുമ്പ് നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള വള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇതുപോലത്തെ മെക്കാനിക്കൽ, അതേപോലെ തന്നെ AC, ഇലക്ട്രിക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എന്തായാലും ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.